പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസിൻ്റെ ഈ പ്രാർത്ഥന ഒരു വലിയൊരു ആത്മീയ കൂട്ടായ്മയാണ്. ഇതിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങളെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ട ആ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ലഭിക്കുന്നതായി എന്നെ കർത്താവ് കാണിച്ചു തരാറുണ്ട്. കാരണം ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളിയിരിക്കുന്ന ഒരു വലിയ അഭിഷേക ശുശ്രൂഷയാണ്. ഇത് നിങ്ങൾക്ക് ആത്മബലം നൽകും. ഇത് വളരെയധികം ശക്തി നൽകും. അനേകം പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഈ പ്രാർത്ഥന കൂടുമ്പോൾ തന്നെ ആ ഒരു ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതായി അനുഭവിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളിലും കുരുക്കുകളിലും ചെന്ന് പെടുമ്പോൾ ഈ പ്രാർത്ഥന ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഒരു മകൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, എൻ്റെ മകൻ്റെ പഠനം വളരെയധികം കുരുക്കുകളിലായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കാൻ തുടങ്ങി. അന്ന് മുതൽ എൻ്റെ മകൻ്റെ പഠന കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളും ബന്ധനങ്ങളും അത്ഭുതകരമായി പതുക്കെ പതുക്കെ വിട്ടുമാറുകയും അവന് സുബോധമുണ്ടായതെന്ന പോലെ മൊബൈൽ ഫോണുകളും തെറ്റായ ബന്ധങ്ങളും തെറ്റായ കാര്യങ്ങളും അവൻ ഉപേക്ഷിക്കുകയും അവന് കൂടുതൽ എളിമയും തുറവിയും പരിശുദ്ധാത്മാവും ആത്മവിശ്വാസവും ധൈര്യവും ബുദ്ധിയും പഠിക്കാനുള്ള ആഗ്രഹവും എൻ്റെ മകന് ലഭിച്ചത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യങ്ങളിലുള്ള അനവധി മക്കള് അവർ ജോലിക്ക് പോകുന്നതിന് മുൻപ് അവർ ഈ വചനം കേട്ടുകൊണ്ടാണ് പോകുന്നത് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. അവർക്കതൊരു വലിയ ശക്തിയാണ്. പ്രത്യേകിച്ച് ഇന്ന് തിന്മകൾ വളരെ പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരാണ് മിത്രം, ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ആകെ ഞങ്ങൾക്ക് ബലമായുള്ളത് ഈ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ് വിദേശത്തു നിന്ന് വിളിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കേട്ട് അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലെ ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ നടക്കുന്ന പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയിലും അന്തോണിസ് പുണ്യവാളൻ്റെ പ്രത്യേക ശുശ്രൂഷയിലും പങ്കെടുക്കാൻ അനവധി പേര് വളരെയധികം കഷ്ടപ്പെട്ട് വരും. ചിലര് ചങ്ങനാശ്ശേരിയിൽ നിന്നും എറണാകുളത്ത് നിന്നും 3-4 തവണയായി കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, മക്കളെ, ഇത്ര ബുദ്ധിമുട്ടി വരാൻ? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഇതൊരു അഭിഷേകമാണ്, ഇതൊരു അനോയിന്റിങ്ങാണ്, ഇതൊരു ബലമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിയോഗം വെച്ച് അങ്ങനെ ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കണ്ണൂർ ചെറുപുഴയിൽ നിന്നും മംഗലാപുരത്ത് നിന്നൊക്കെ അനവധി പേര്, തൊടുപുഴയിൽ നിന്നും പാലയിൽ നിന്നും എറണാകുളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും ഈ ദേവാലയത്തെ അന്വേഷിച്ച് വരുന്നു. അവർ വരുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കുന്തിരിക്ക അഭിഷേക പ്രാർത്ഥനയാണ്. കുന്തിരിക്ക സാധാരണ ഒരു കുന്തിരിക്ക അഭിഷേക പ്രാർത്ഥനയല്ല. ഇത് പിശാച് ബഹിഷ്കരണത്തിന് വേണ്ടി കുന്തിരിക്ക അഭിഷേക പ്രാർത്ഥന, തുടർന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വചനപ്രഘോഷണവും പിശാച് ബഹിഷ്കരണവുമാണ്. അതിൽ പങ്കെടുത്തിട്ട് ഉള്ള നിങ്ങൾക്ക് പരിചയമുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കിക്കോ, സ്വർഗം താഴേക്ക് ഇറങ്ങി വരുന്ന അനോയിന്റിംഗ് ആണ്. അനവധി ഡെലിവറൻസുകളാണ് നടക്കുന്ന, അനവധി രോഗശാന്തികളാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു അഭിഷേകം. അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവരും വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും
പ്രത്യേകിച്ച് നിങ്ങൾ യൂട്യൂബിൽ എഴുതിയിടുന്ന നിങ്ങളുടെ നിയോഗങ്ങളെയും അന്നേ ദിനം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ കെട്ടുകൾ പൊട്ടാൻ, നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ, നിങ്ങളുടെ ആദിവ്യാധികൾ മാറാൻ, നിങ്ങളുടെ തളർച്ചകൾ മാറാൻ, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയാൻ, നിങ്ങളുടെ കച്ചവട തടസ്സം മാറാൻ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും കണ്ണുവയ്ക്കലുകളും തിന്മയുടെ രൂപികളും നാശകരമായ ജീവികളും പ്രകൃതി വിരുദ്ധ ശക്തികളും ബന്ധിക്കാൻ, ശാസിക്കാൻ, ബഹിഷ്കരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കുക. ഇത് രാവിലെയും വൈകുന്നേരം 90 ദിവസം കേൾക്കുന്ന മക്കളുണ്ട്. അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ എഴുതി വെക്കുന്ന നിയോഗങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരിക. അത് കേൾക്കുക. അത്രയ്ക്ക് അതിശക്തമായ ശുശ്രൂഷയാണ് പ്രിയപ്പെട്ട മക്കളെ ഇവിടെ നടക്കുന്നത്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക മാത്രമല്ല, നിങ്ങളൊരു സുവിശേഷ വേലയാണ്. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മുടെ ഒരു ആത്മീയ കൂട്ടായ്മ, ഒരു ഡെലിവറൻസിന്റെ ശുശ്രൂഷയുടെ ഒരു കൂട്ടായ്മ, ഒരു സംരക്ഷണ കോട്ട കെട്ടുന്നതിൻ്റെ ഒരു കൂട്ടായ്മ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ടയുടെ സംരക്ഷണ വലയത്തിലായിരിക്കുന്ന ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ഇന്ന് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. ഇത് ജെറമ്യ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. അതേപോലെ എന്നോട് കർത്താവ് സംസാരിക്കാറുണ്ട്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. എന്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഇന്നേ ദിനം ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വചനം. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി അവരോധിച്ചിരിക്കുക, ഒരു കത്തോലിക്ക പുരോഹിതനെ അവരോധിച്ചിരിക്കുക, ഒരു കത്തോലിക്ക സിസ്റ്ററിനെ കർത്താവ് അവരോധിച്ചിരിക്കുക. ഇതാണ് വലിയ കൃപ. ഈ അവരോധിച്ചിരിക്കുന്നത് തിന്മകളെ ബന്ധിക്കാൻ, കടങ്ങളെ ബന്ധിക്കാൻ, ഭവന നിർമ്മാണ തടസ്സങ്ങളെ ബന്ധിക്കാൻ, എന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖല പണിതുയർത്താൻ, നിങ്ങളുടെ വീടുകൾ പണിതുയർത്താൻ, നിങ്ങളുടെ കുടുംബ സ്നേഹങ്ങൾ പണിതുയർത്താൻ, നിങ്ങൾക്ക് പുതിയ അഭിഷേകവും പുതിയ അനോയിന്റിങ്ങും പുതിയ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നമുക്കിപ്പോഴേ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് 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 പോരെ 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 പോരെ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്ക് എൻ്റെ പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ച എൻ്റെ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു, ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ, തിന്മയുടെ അരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ ഈ മക്കളിൽ നിന്ന്, ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ തൊഴിൽ മേഖലകളിൽ നിന്ന്, അവരുടെ നിയോഗങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും പീഡകളും കഷ്ടതകളും ആപത്തുകളും തടസ്സങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്ന തിന്മയുടെ അരൂപികളെ ബന്ധിക്കുന്നു. മന്ത്രവാദങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, ഭ്രാക്കുകളെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ബന്ധിച്ച് ഈ ദൈവവചനം കേൾക്കുന്ന മക്കൾക്ക് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ,
ഭവന നിർമ്മാണ തടസ്സം മാറട്ടെ, കച്ചവട തടസ്സം വിട്ടുമാറട്ടെ, നിരന്തരമായ രോഗങ്ങൾ മാറട്ടെ. ശ്വാസം മുട്ടലും അപസ്മാരവും കിഡ്നി രോഗങ്ങളും ലിവർ രോഗങ്ങളും തളർവാദങ്ങളും കൈകാലിൻ്റെ തളർച്ചകളും മുട്ടുവേദനകളും പിടലി വേദനകളും കണ്ണുവേദനകളും തലവേദനകളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. തൊണ്ടവേദനകൾ, ശബ്ദമടച്ചിലുകൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. കല്യാണ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ഞായറാഴ്ച അച്ഛൻ്റെ ശുശ്രൂഷ വയനാട് പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ അത്ഭുത പള്ളിയിലാണ് 3.5 ദിവസത്തെ ധ്യാനം ആരംഭിക്കുക. അവിടെ ആദ്യ ദിവസങ്ങളിൽ അച്ഛനാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. മറ്റു ദിവസങ്ങളിൽ മറ്റ് വൈദികരും ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് തപസ് കാലത്ത് താമസിച്ചുള്ള ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവരെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ മാതാവിൻ്റെ നടയിൽ ഭജനയിരിക്കാൻ സ്വാഗതം ചെയ്യാൻ. അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ അവിടെ വിളിച്ച് ബുക്ക് ചെയ്ത് അല്ല 4 മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരണം. 5 മണി മുതൽ അച്ഛൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ വൈകി വരരുത്. അപ്പോൾ അത് പ്രത്യേകം അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മാർച്ച് 5 മുതൽ കേണിച്ചിറയിൽ അച്ഛൻ്റെ ശുശ്രൂഷയാണ്. അതിനുശേഷം മാർച്ച് മാസത്തിൽ അച്ഛന് പെരുമ്പാവൂർ കൺവെൻഷനാണ്, സെൻറ്റ് ജോർജ് പള്ളിയിലാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഏപ്രിൽ മാസം ഈസ്റ്റർ കഴിഞ്ഞ ഉടൻ തന്നെ മരാമൺ കൺവെൻഷനാണ്. ആ ഭാഗങ്ങളിലുള്ള എല്ലാ കത്തോലിക്ക പള്ളികളും ഒന്നു ചേർന്ന് നടത്തുന്ന വലിയൊരു കൺവെൻഷനാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് അച്ഛൻ്റെ ശുശ്രൂഷ കുറച്ച് ദിവസങ്ങൾ ഇറ്റലിയിലായിരിക്കും. ആദ്യ ദിനങ്ങളിൽ അച്ഛന് ശുശ്രൂഷ ചെയ്യുന്നത് 16, 17 തീയതികളിൽ മോദന എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള റുബിയേറ എന്ന പള്ളിയിൽ വിശുദ്ധ ഫാബിയാൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും പള്ളിയിൽ വൈകുന്നേരങ്ങളിലാണ് ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 20, 21 തീയതികളിൽ പിയമോന്തയിൽ വില്ലാനോവ എന്ന സ്ഥലത്ത് സിസ്റ്റേഴ്സിൻ്റെ ഒരു ആശ്രമത്തിൽ അച്ഛൻ്റെ ശുശ്രൂഷയാണ്. അത് ആ ദിവസം 20, 21 തീയതികളിലാണ്. 25-ാം തീയതി റോമിൽ വത്തിക്കാനടുത്ത് ബസിലിക്ക വിശുദ്ധ ജോവാന്നി ബത്തിസ്തയുടെ ബസിലിക്ക പള്ളിയിൽ രാവിലെ 9 മണി മുതൽ 12 മണി വരെ, ഏപ്രിൽ 25 ശനിയാഴ്ച. അപ്പോൾ അവിടെ റോമിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയോടും അന്നേ ദിനം അവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ഫോൺ ചെയ്തൊക്കെ അവരെ അറിയിക്കണം. അവിടെ ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ. അവരോടെല്ലാം പറയണം, ശനിയാഴ്ച ദിവസം ഏപ്രിൽ 25-ാം തീയതി രാവിലെ 9 മണി മുതൽ 12 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിൽ കുർബാന, ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് നിങ്ങൾ പറയണം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.